എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗണിതത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മാത്സിൻ്റെ പാദവാർഷിക പരീക്ഷ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പഠിച്ച 4 പാഠങ്ങൾ 4ാമത്തെ പാഠത്തിൽ ഫുള്ളായിട്ടില്ലെങ്കിലും 4 ഭാഗങ്ങളിൽ നിന്നും ചോദ്യം വരും. ഈ വർഷം നമുക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷനും ഡൗട്ടൊക്കെ ഉണ്ടാകും. എങ്കിലും ഓരോ പാഠത്തിൽ നിന്നും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതൊക്കെ അനുസരിച്ച് പഠിച്ചാൽ ഒരു 70-80% ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് പഠിച്ചാൽ 100% മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. 8 ചോദ്യങ്ങളാവും ഉണ്ടാകുക. 8 ചോദ്യത്തിൽ 6 നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. എന്ത് ചെയ്യുക, 8 നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. സമയം അധികമായിരിക്കും. അപ്പോൾ സമയം വെറുതെ 6 എഴുതിയിട്ട് ഇത് സമയം കളയരുത്. 8 ചോദ്യത്തിനും ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതിലെന്തായാലും ഒരു ഓവർ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ എന്തായാലും വേണ്ടില്ല, 8 ആൻസർ ചെയ്യുക. ഏറ്റവും നന്നായിട്ടുള്ള 6 പരിഗണിക്കുക. അപ്പോൾ അതിൽ 24 മാർക്കിന് മുകളിൽ കിട്ടിയാലാണ് എ ഗ്രേഡ് കിട്ടുക. 24 മുതൽ 30 വരെ. പിന്നെ 18 മുതൽ 23 വരെ ബി ഗ്രേഡ് ആയിരിക്കും. പിന്നെ 17 മുതൽ 14 വരെ സി ഗ്രേഡും 14 താഴോട്ട് 10 വരെ ഡി ഗ്രേഡും ആയിരിക്കും. 10 മാർക്കിൻ്റെ താഴത്താണെങ്കിൽ ആ പരീക്ഷയിൽ തോൽക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ ആംഗിൾ. നമ്മൾ പഠിച്ചു, എല്ലാവർക്കും ഒരു എളുപ്പമുള്ള പാഠമാണ്. നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു പാഠമാണ് ആംഗിൾ. ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 ലൈൻസ് തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാകുന്നതാണ് ആംഗിൾ. അപ്പോൾ ഇതിൽ കാര്യമായിട്ടുണ്ടാകൽ നമുക്ക് ആംഗിൾ വരയ്ക്കാൻ, പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആംഗിൾ വരയ്ക്കാൻ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വെച്ചിട്ട് 90 ഡിഗ്രി ആണെങ്കിൽ 2 പെർപെൻഡിക്കുലർ വരച്ചാൽ 90 ഡിഗ്രി ആംഗിൾ കിട്ടും. അതുപോലെ തന്നെ ഇതിൽ പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ സ്വന്തമായിട്ട് കോൺ വരയ്ക്കാനുണ്ടാകും. ചില കോണുകളുടെ അളവ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാകും. 1-2 കോണുകൾ തന്നിട്ട് ഇതിൽ 3ാമത്തെ കോണോ അല്ലെങ്കിൽ 4ാമത്തെ കോണൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാകാം. പിന്നെ ഇതിൽ 3-4 തരം കോണുകളുണ്ട്. ആദ്യത്തേത് മട്ടക്കോൺ, റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രിക്ക് തുല്യമായി കഴിഞ്ഞാൽ 2 വരകൾ ചേരുന്നിടത്ത് 90 ഡിഗ്രിക്ക് തുല്യമായാൽ അതിന് മട്ടക്കോൺ, റൈറ്റ് ആംഗിൾ എന്ന് പറയും. അതുപോലെ തന്നെ 90-നേക്കാൾ താഴെയുള്ളത് അക്യൂട്ട് ആംഗിൾ. കോണിൻ്റെ അളവ് 2 വരകൾ ചേരുമ്പോൾ 90 ഡിഗ്രിയേക്കാൾ താഴെയാണെങ്കിൽ അതിന് അക്യൂട്ട് ആംഗിൾ, ന്യൂനകോൺ എന്ന് പറയും. 90-നേക്കാൾ മുകളിലാണെങ്കിൽ അതിന് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും, ബൃഹത് കോൺ എന്നും പറയും. അപ്പോൾ ഈ 3 ആംഗിൾ. അപ്പോൾ ചില ചോദ്യങ്ങളിൽ എന്ത് തരാം, 90 ഡിഗ്രി നമ്മൾ 90 ഡിഗ്രിക്ക് ചിലപ്പം ജസ്റ്റ് ആ അടയാളം മാത്രം തരാം, അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ മാത്രം തരാം. 2 ലൈൻസ് ജോയിൻ ചെയ്യുന്നിടത്ത് 2 സ്ട്രൈറ്റ് ആയിട്ടുള്ള ആംഗിൾ, 90 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആംഗിൾ ജോയിൻ ചെയ്താൽ അവിടെ 90 ഡിഗ്രി ഉണ്ടാവും. അവിടെ നമുക്കൊരു ആംഗിൾ അതിന് ഒരു സിമ്പിളായിട്ട് തരുന്നത് നമ്മളെ സ്ക്വയർ ഉണ്ടല്ലോ, ചെറിയ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഒരു പീസ് മാതിരിയായിരിക്കും നമുക്ക് തരിക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കിക്കോളണം അവിടെ 90 ഡിഗ്രി ആംഗിളാണ് ഉള്ളത് എന്ന്. അപ്പോൾ ചിലപ്പോൾ ചില ചോദ്യത്തിൽ അത് നേരെ തരൂല, ജസ്റ്റ് ആ പീസ് മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒരു 1-2 ആംഗിൾ തന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള 2 ആംഗിൾ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നവരെ നോക്കി നിൽക്കരുത്. അതിന് പകരം എന്ത് ചെയ്യണം, ആ സിമ്പിൾ 90 ഡിഗ്രിയെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൽ വരക്കാൻ ചിലപ്പം ഒരു ഡയഗ്രാം വരക്കാൻ തരാം. ത്രികോണാണെങ്കിൽ 3 കോണിൻ്റെ അളവ്, ട്രയാങ്കിൾ ആണെങ്കിൽ 3 കോണിൻ്റെ അളവ് 150 ഉണ്ടാകും. ഇനി റെക്റ്റാങ്കിൾ, സ്ക്വയറൊക്കെ ആണെങ്കിൽ 360 അപ്പോൾ എന്തായിരിക്കും, ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. ഏതെങ്കിലും 3 ആംഗിൾ തരുമായിരിക്കും. ചിലപ്പം 2 ആംഗിൾ തന്നിട്ട് ഈ 90 ഡിഗ്രീൻ്റെ ആ ചിത്രം ആ ഒരു സിമ്പിളോടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി 2 ആംഗിളായിരിക്കും കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 90 ഡിഗ്രി അടയാളപ്പെടുത്തിയാൽ ബാക്കി 360 എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. പിന്നെ അതിൽ വരാൻ ഒരു ചാൻസുള്ള ചോദ്യം എന്താ വെച്ചാൽ, ഈ മെഷർമെൻറ്റ് ഏതെങ്കിലും ഒരു സർക്കിളിൻ്റെ അളവ് എല്ലാവർക്കും അറിയില്ലേ. വൃത്തത്തിന് ടോട്ടൽ കോണിൻ്റെ അളവ് 360 ഡിഗ്രിയാണ്. ടോട്ടൽ ആംഗിൾ ഓഫ് സർക്കിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 360 ഡിഗ്രിയിൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തന്നു. ഒരു 60 ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു 100 ഡിഗ്രിയോ 120 ഡിഗ്രി എത്രയോ ഒരു ഡിഗ്രി ഷെയ്ഡ് ചെയ്യാൻ തന്നു. ഉദാഹരണത്തിന് നമുക്ക് 60 എടുക്കാം. ഒരു സർക്കിൾ വരച്ചിട്ട് 60 ഡിഗ്രി ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞു. 60 ഡിഗ്രി ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു അതിൻ്റെ ഫ്രാക്ഷനും കൂടി നിങ്ങൾ എഴുതണം, അതിൻ്റെ ഭിന്നസംഖ്യയും കൂടി എഴുതാൻ പറഞ്ഞു, അതിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ വരയ്ക്കണത്, അപ്പോൾ 60 ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യണം, 360നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും 6 ഭാഗം നിന്ന് കിട്ടും. അപ്പോൾ ഒരു സർക്കിൾ നമ്മൾ 6 ഭാഗമാക്കി കഴിഞ്ഞാൽ അതിലൊരു ഭാഗമാണ് ഈ 60 ഡിഗ്രി. അപ്പോൾ 1/6. മനസ്സിലായോ എല്ലാവർക്കും? 360 എന്നുള്ളതിനെ ടോട്ടലിനെ നമ്മൾ എത്ര ചെയ്തു,
60 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ 6 ഭാഗങ്ങൾ ആ സർക്കിളിൽ നമുക്ക് ആക്കാൻ പറ്റും. അതിലൊരു ഭാഗമാണ് ഈ 60 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തത് ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ ഉത്തരം എന്താണ് 1/6. അപ്പോൾ അങ്ങനെ എത്ര ഏത് തന്നാലും ഇപ്പോൾ 120 വന്നു കഴിഞ്ഞാൽ 120 ഡിഗ്രി ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം 360നെ 120 കൊണ്ട് അരിക്കണം. 320നെ എന്ത് ചെയ്യുക അരിക്കുമ്പോൾ എന്ത് ചെയ്യുക ആ 36 360ൻ്റെ 0 120ൻ്റെ 0 രണ്ടും ക്യാൻസൽ ചെയ്യുക. ബാക്കി എന്തുണ്ടാവും 36 ഉണ്ടാവും 12 ഉണ്ടാവും. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും 36ൽ എത്ര വട്ടം 12 പോകും നമ്മളെ കയ്യിൽ എണ്ണിയാൽ തന്നെ മതി. 12 24 36 മൂന്നാമത്തെ വട്ടമാണ്. അപ്പോൾ എത്രയാണ് 3 ഭാഗമായിരിക്കും 120ൻ്റെ 3 ഭാഗമായിരിക്കും. അപ്പോൾ 1/3. അപ്പോൾ അതുപോലെ അങ്ങനത്തെ ഏത് ചോദ്യങ്ങൾ വന്നാലും നമുക്ക് എന്ത് ചെയ്യണം ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ അതിനെതിരായിട്ട് വരുന്നൊരു ഭാഗമാണ് എന്ത് ഞാൻ 60 ഡിഗ്രി ഷെയ്ഡ് ചെയ്തിട്ട് നമുക്ക് തന്നു. ഇതേ ചോദ്യം തന്നെ മാറ്റിയിട്ട് ചോദിക്കുകയാണ്. 60 ഡിഗ്രീൻ്റെ ചോദ്യം തന്നു. 60 ഡിഗ്രി ഷെയ്ഡ് തന്നിട്ട് ഇതിൻ്റെ ഫ്രാക്ഷൻ എത്ര കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത് ടോട്ടൽ ഇത് ഫ്രാക്ഷൻ ആക്കി എഴുതുക. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗം ഫ്രാക്ഷൻ എല്ലാവർക്കും അറിയില്ല. ഫ്രാക്ഷനിൽ ഒരു ന്യൂമറേറ്റർ ഉണ്ടാവും ഡിനോമിനേറ്റർ ഉണ്ടാവും. അപ്പോൾ അതിൽ ന്യൂമറേറ്റർ മുകളിൽ ഷെയ്ഡ് ചെയ്ത ഭാഗമല്ലേ അപ്പോൾ 60 ഡിഗ്രി എഴുതുക. പിന്നെ ടോട്ടൽ ഭാഗം എന്ന് പറഞ്ഞാൽ 360 സർക്കിളിൻ്റെ ഭാഗം. അപ്പോൾ 60/360. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക രണ്ടിനെയും ചെറുതാക്കി കൊണ്ടുവരിക. രണ്ടും എന്താണ് ഇരട്ട സംഖ്യകളാണ്. രണ്ടും ഇരട്ട സംഖ്യ അവസാനിക്കുന്നത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യകളാണ് ഇരട്ട സംഖ്യ. അപ്പോൾ എന്ത് ചെയ്യുക ഇരട്ട സംഖ്യ നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 60ൻ്റെ പകുതി നേരാക്കിയാൽ 30 കിട്ടും. 360ൻ്റെ പകുതി ആക്കി കഴിഞ്ഞാൽ 180 കിട്ടും. വീണ്ടും നമുക്ക് പകുതിയാക്കാം. എന്തായി 30ൻ്റെ പകുതി 15ഉം 180ൻ്റെ പകുതി 90ഉം. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ പകുതിയാക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ 15 കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും 3 കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ സംഖ്യ 2 കൊണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 15 അതിൻ്റെയൊക്കെ ഗുണിതാണ് 5ൻ്റെ ഗുണിതാണ് 3ൻ്റെ ഗുണിതാണ്. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ 5 കൊണ്ട് ചെറുതാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക 3 കൊണ്ട് ചെറുതാക്കാൻ പറ്റും. അപ്പോൾ 3 കൊണ്ട് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 15നെ 3 കൊണ്ട് ചെറുതാക്കിയാൽ 5 വട്ടം കിട്ടും. 90നാക്കിയാലോ 30 കിട്ടും. അപ്പോൾ എത്രയായി 5/30 ആയി. 5/30. വീണ്ടും നമുക്കൊന്നും കൂടി ചെറുതാക്കാം. 5ലും 30ലും പോകുന്ന സംഖ്യ അതുള്ളത് കറക്റ്റായിട്ട് പോകുന്നത് 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 കൊണ്ട് ചെറുതാക്കിയാൽ 5ൽ ഒരു വട്ടവും 30ൽ എത്ര വട്ടം 6 വട്ടം 1/6 കിട്ടിയോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ തിരിച്ച് ഉൾട്ട വന്നു. അപ്പോൾ കൂടുതൽ ചാൻസ് ഉള്ളത് ഏതാ വെച്ചാൽ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗം തന്നിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അത്രത്തോളം ഈ ഒരു ചാപ്റ്ററിലുള്ളത്. പിന്നെ അതിൽ വരാൻ ചാൻസ് ഉള്ളത് നമ്മളെ ആ പേജ് നമ്പർ 18ലുള്ള ആ ചിത്രങ്ങളൊന്ന് നോക്കി പോവുക. അതുപോലെ തന്നെ അതിലൊരു ചോദ്യങ്ങളുണ്ട് 8/3 3/8 2/5 ഒക്കെ ഉള്ള അതിലുള്ള ലാസ്റ്റുള്ള ആ ഭാഗങ്ങൾ അതും നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഈ ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൽ ഏതാണോ സംഖ്യകളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് 3/8 ആണെങ്കിൽ എന്ത് ചെയ്യുക 3/8 ചെയ്യാൻ പറയും. ഒരു സർക്കിൾ വരച്ചിട്ട് വൃത്തം വരച്ചിട്ട് 3/8 ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 8ൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാണോ അപ്പോൾ 45 ആയിരിക്കും. 45. അപ്പോൾ 45ന് എന്ത് ചെയ്യുക ന്യൂമറേറ്ററിലുള്ള 3 ആ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 × 45 എന്ന് പറഞ്ഞാൽ 135. ഒരു സർക്കിൾ വരക്കുക 135 ഡിഗ്രി എന്ത് ചെയ്യുക ഷെയ്ഡ് ചെയ്യുക. നിങ്ങളെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക സർക്കിളിൽ നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 ഭാഗം ഷെയ്ഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. 2 വഴി ചെയ്താലും ഉത്തരം കറക്റ്റാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ പാഠം ഒരു ഭിന്നം പല രൂപം 1 ഫ്രാക്ഷൻ മെനി ഫോംസ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുള്ള സംഖ്യക്ക് പറയുന്ന പേരാണ് ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ എന്താണ് ഒരു സംഖ്യയാണ്. എന്തായിരിക്കും 2 സംഖ്യകൾക്ക് ഇടയിൽ വരുന്ന സംഖ്യകളാണ് എന്ത് ഫ്രാക്ഷന്. കാര്യം എന്താ വെച്ചാൽ മറ്റേതൊക്കെ 1 2 എന്നൊക്കെ പറഞ്ഞ എന്താണ് ഒരു പൂർണ്ണമായിട്ടുള്ള സംഖ്യയാണ്, ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എപ്പോഴും 2ൻ്റെ അടിയിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ വരുന്ന സംഖ്യയാണ് 1.5. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പൂർണ്ണമായ സംഖ്യ അല്ല. ഫ്രാക്ഷനിൽ ന്യൂമറേറ്ററുണ്ട് ഡിനോമിനേറ്ററുണ്ട്. അപ്പോൾ ഈ ഫ്രാക്ഷന് നമ്മളിപ്പോൾ ഒരു 1/2 എന്നുള്ള ഫ്രാക്ഷൻ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷൻ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള സംഖ്യകൾ ഉപയോഗിച്ചാൽ പോലെ നമ്മൾ വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കേക്ക് ഇപ്പോൾ നമ്മളെ ക്ലാസ്സിൽ എല്ലാവർക്കും കൂടി കൊടുന്ന് വെച്ച് തന്നു കഴിഞ്ഞാൽ ഇത് മുറിക്കാതെ വെച്ച് എല്ലാവരും കൂടി എന്ത് ചെയ്യും എടുക്കും, കൈയിട്ടെടുക്കും. എടുത്തു കഴിഞ്ഞാൽ ആർക്ക് കിട്ടിയില്ല നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അവിടെ കയ്യൊക്കെയുള്ള കാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ ആർക്കാണോ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ആരോഗ്യമൊക്കെ ഉള്ള ആളെന്ത് ചെയ്യും കൂടുതൽ വാരിയെടുക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ കേക്ക് നമുക്ക് എന്ത് ചെയ്യാം തുല്യമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ക്ലാസ്സിൽ എത്ര ആളാണ് ഉള്ളത് 20 ആളാണെങ്കിൽ 20 ആൾക്ക് കട്ട് ചെയ്ത് നമുക്ക് പറയാം എന്ത് കിട്ടി പറയാം 20ൽ ഒരു ഭാഗം എനിക്ക് കിട്ടി പറയാം. അടുത്താൾക്ക് വരാം എന്ത് 20ൽ ഒരു ഭാഗം എനിക്കും കിട്ടിയെന്ന് പറയാം.
അപ്പോൾ അങ്ങനെ ഈ ഫ്രാക്ഷൻ എന്തിനാണ് ഉപയോഗിക്കുക വെച്ചാൽ ഈ നമുക്ക് ഗണിതത്തിൽ നമുക്ക് സംഖ്യയിൽ പറയാൻ പറ്റാത്ത ഒരു കേക്ക് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു കേക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, 20 ആൾക്ക് ഒരു കൊടുക്കുമ്പോൾ അപ്പോൾ എങ്ങനെ കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. പീസാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അത് നമുക്ക് തുല്യമായിട്ട് എല്ലാവർക്കും വീതിച്ച് കൊടുത്തു പറയാം. അപ്പോൾ എന്താണ് ആ ഒന്നിനെ, അതായത് ഒന്നിൻ്റെ താഴെ വരുന്ന സംഖ്യകൾക്കാണ് നമ്മൾ എന്തെങ്ങനെ ഉപയോഗിക്കുന്നത്, ഈ ഫ്രാക്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നിന് മുകളിൽ വേറെ സംഖ്യകളുണ്ടാകാം, അത് വേറെ. നമ്മളിപ്പോൾ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് നമ്മൾ 20 ആൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ പീസാക്കുകയാണ്. ആ പീസാക്കിയിൽ ഒരു ഭാഗമാണ് ഒരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സംഖ്യ, ഈ ഫ്രാക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കേക്കിൻ്റെ പകുതിയാണ്. 1/2 എന്ന് പറഞ്ഞാൽ അര അല്ലെങ്കിൽ പകുതി എന്ന് പറയും, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി. അപ്പോൾ ഈ 1/2, അപ്പോൾ ഈ 1/2നെ, അതായത് എൻ്റെ കയ്യിൽ 2 മിഠായി ഉണ്ട്. 2 മിഠായികളിൽ ഞാൻ ഒരാൾക്ക് ഒരു മിഠായി 1 കൊടുത്തു, ബാക്കി എൻ്റെ കയ്യിൽ 1 എത്ര ഉണ്ടാവും, 1. അപ്പോൾ അടുത്ത ആൾ വേറെ ആളെങ്കിലും മിഠായി ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ 10 മിഠായി ഉണ്ട്. അപ്പോൾ അവർ 5 മിഠായി വേറെ കൊടുത്തു. ഒരാളെ കയ്യിൽ 20 മിഠായി ഉണ്ട്. 20 മിഠായിൽ അടുത്ത ആൾ എന്ത് ചെയ്തു, ആളും 10 മിഠായി വേറെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ മൂന്നാളും പറഞ്ഞു എന്ത്, ഞങ്ങളെല്ലാവരും 1/2 കൊടുത്തു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള പകുതി ഞാൻ കൊടുത്തു. അടുത്ത ആൾ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ഇതിൻ്റെ പകുതി ഞാൻ കൊടുത്തു. മറ്റേ ആളും പറഞ്ഞു എൻ്റെ കയ്യിൽ ഇതിൻ്റെ പകുതി കൊടുത്തു. അപ്പോൾ എല്ലാവരും പ്രസ്താവനയും ശരിയാണോ അവിടെ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എണ്ണത്തിൽ വെച്ച് നോക്കുമ്പോൾ എന്തല്ല, ശരിയല്ല. കാരണം ഞാൻ കൊടുത്തത് 1 മറ്റേ ആൾ കൊടുത്തത് 5 അതിൻ്റെ അടുത്ത ആൾ കൊടുത്തത് 10 ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ എന്തല്ല, പ്രസ്താവന ശരിയല്ല. പക്ഷേ കയ്യിലുള്ളതിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ എന്താണ്, കറക്റ്റാണ്. എൻ്റെ അടുത്ത് 2 ഉള്ളതിന് ഞാൻ 1 കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പകുതിയായി. അടുത്ത ആളടുത്ത് 10 പകുതി 5 20 പകുതി 10 അപ്പോൾ എന്താണ്, ഈ ഒരു ഫ്രാക്ഷന് 1/2 എന്നുള്ള ഫ്രാക്ഷന് എങ്ങനെ തുല്യമായ ഈക്വൽ ഫ്രാക്ഷനാക്കി മാറ്റാം, ഇതിൻ്റെ തുല്യമായ വേറൊരു രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാം. അപ്പോൾ 1/2നെ എന്ത് ചെയ്തു, ഞാൻ ഇപ്പോൾ ഈ ആ 10 ആളെ കേസിലേക്ക് മാറ്റുകയാണെങ്കിൽ ഫ്രാക്ഷന് എൻ്റെ അടുത്ത് 1/2 ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ 10/5 5/10 അപ്പോൾ 5/10 അപ്പോൾ അതെന്ത് ചെയ്തു, 1 5 2 എന്തായി 10 അപ്പോൾ ഏതുകൊണ്ടാണ് ഗുണിച്ചിട്ടുണ്ടാകുക, 5 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടാവും. 2നെ 5 കൊണ്ട് ഗുണിച്ചു, മേലെ 1നെയും 5 കൊണ്ട് ഗുണിച്ചു. ഒരു ഫ്രാക്ഷനെ തുല്യമായ വേറൊരു ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഫ്രാക്ഷനെ തുല്യമായി മാറ്റാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതിന് തുല്യമായൊരു ഫ്രാക്ഷൻ കിട്ടും. ഇപ്പോൾ ഈ 1/2ന് തുല്യമായ, ഇപ്പോൾ ഞാൻ പറഞ്ഞു 20 മിഠായിയുള്ള ആളെ കേസ്, അയാളെ കയ്യിൽ 20 ഉണ്ടായില്ല, അയാൾ 10 കൊടുത്തില്ലേ. അപ്പോൾ 1/2നെ 10/20 ആക്കണമെങ്കിൽ 10/20 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 2നെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കണ്ടേ. അപ്പോൾ ഏത് സംഖ്യ അതാ 1/2 എന്നുള്ളതിനെ 1നെയും 10 കൊണ്ട് ഗുണിക്കണം, 2നെയും 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്രയായി, 10/20 ആയി. അപ്പോൾ അതും പകുതിയല്ലേ. അപ്പോൾ അതാണ് ഈക്വൽ ഫ്രാക്ഷൻ്റെ കേസ്. ഈക്വൽ ഫ്രാക്ഷൻ ആക്കാൻ, അപ്പോൾ ഈക്വൽ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ടേബിൾ തരാൻ ചാൻസ് ഉണ്ട്. ആ പേജ് നമ്പർ, ഇതിലുള്ള പേജ് നമ്പർ 26 2/3 എന്നുള്ള ഭിന്നം ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. 2/3 ഗുണിക്കുന്ന സംഖ്യ ഏതാണ്, 4. അപ്പോൾ 4 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഗുണിച്ചാൽ 2ന് 4 കൊണ്ട് ഗുണിച്ചാൽ 8 ആകും, 3ന് 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയായി, 12 ആകും. അപ്പോൾ 2/3ൻ്റെ 3/2 മറ്റൊരു രൂപമാണ് എന്ത്, 12/8 8/12. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ടേബിൾ തരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് എന്ത്, പേജ് നമ്പർ 24 ഇപ്പോൾ ഒരു 1/2 അല്ലെങ്കിൽ 1/3 ഏതെങ്കിലും ആയിക്കോട്ടെ, 1/2 എന്നുള്ള ഫ്രാക്ഷന് ഛേദം ഡിനോമിനേറ്റർ എന്താ ചെയ്യണം, ഡിനോമിനേറ്റർ 24 ആക്കണം. അപ്പോൾ 24 ആക്കണം എന്നുണ്ടെങ്കിൽ 1/3 3ന് ഏത് കൊണ്ട് ഗുണിച്ചാൽ 24 ആകുക, അപ്പോൾ നോക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, അത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, 24 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡിവൈഡ് അരിച്ച് കഴിഞ്ഞാൽ മതി, അരിച്ച് കഴിഞ്ഞാൽ കിട്ടും. 24 3 കൊണ്ട് അരിച്ചാൽ ഉത്തരം കിട്ടും 8. അപ്പോൾ 3ന് 8 കൊണ്ട് ഗുണിക്കണം. 3ന് മാത്രം ചെയ്താൽ മതിയോ, പോരാ. എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിന് ചെയ്യണം. ന്യൂമറേറ്ററിന് 3 കൊണ്ട് ഗുണിച്ചാൽ എന്തായി, 3/24 ആയി. അപ്പോൾ എന്തായി, 1/3ക്ക് തുല്യമായ ഒരു ഫ്രാക്ഷനാണ് ആര്, 3/24 അല്ല 8/24. അപ്പോൾ എന്താണ് 8 കൊണ്ടല്ല നമ്മൾ ഗുണിക്കുന്നത്. അപ്പോൾ എന്താണ് 24 3 കൊണ്ട് അരിച്ച് നമുക്ക് ഉത്തരം കിട്ടും 8. അപ്പോൾ അടിയിലെ 3നെയും 3 ഡിനോമിനേറ്ററിനെയും ഗുണിക്കണം, 8 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഗുണിക്കണം. അപ്പോൾ ന്യൂമറേറ്ററിനെ ഗുണിച്ചാൽ 1/1 × 8 8 3 × 8 24. അപ്പോൾ എന്താണ് ഈ 3ൻ്റെ കയ്യിൽ 3 മിഠായി ഉണ്ടെങ്കിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാലും ശരിയാണ്, 24 മിഠായിൽ 8 മിഠായി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയാണ്. അപ്പോൾ 3/8 അതുപോലെ തന്നെ 1/8 1/3 അതുപോലെ തന്നെ 8/24 എന്താണ് തുല്യമാണെന്നർത്ഥം.
അപ്പോൾ അങ്ങനെയും ചോദ്യം വരാം. അതിലേതെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ഡിനോമിനേറ്റർ തന്നെ ആകണമെന്നില്ല, എന്താക്കാം, ന്യൂമറേറ്ററും ആകാം. ന്യൂമറേറ്ററിനെ ഇപ്പോൾ ഒരു 10 ആക്കണം. 1/2 എന്നുള്ളതിനെ ന്യൂമറേറ്ററിനെ 10 ആക്കണം. ന്യൂമറേറ്റർ 10, അപ്പോൾ ഡിനോമിനേറ്റർ ഏതായിരിക്കും? 1നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യണം? 2നെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ 20 ആയി. നേരത്തെ നമ്മൾ പറഞ്ഞത് മനസ്സിലായില്ലേ? പിന്നെ ഈ പാഠത്തിലുള്ളതാണ് ഫ്രാക്ഷൻ്റെ ലോവസ്റ്റ് ടേം അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയും. ഫ്രാക്ഷൻ്റെ ചെറിയ രൂപം. അതായത് ഇപ്പോൾ നമ്മൾ 1/2 എന്നുള്ള ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തിട്ട്, ഉദാഹരണത്തിന് ഞാൻ 1/2 എന്നുള്ള ഫ്രാക്ഷനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്തു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായി? 100/200 ആയി. അപ്പോൾ ഈ 100/200 എന്നുള്ള 100/200 ഫ്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യുക? വീണ്ടും ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റാം. എങ്ങനെ? ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഇതിലൊരു ഘടകം ഉണ്ടാവും, ഒരു ഫാക്ടർ ഉണ്ടാവും. അത് 100ലും 200ലുള്ള പൊതുവായിട്ടുള്ള സംഖ്യ അതാ 100 ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ചെറുതാക്കി കൊണ്ടുവരണം. പിന്നെ 10 കൊണ്ട് ചെറുതാക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെറുതാക്കുക? 2 കൊണ്ട് ചെറുതാക്കുക, 5 കൊണ്ട് ചെറുതാക്കുക, അങ്ങനെ ചെറുതാക്കുക. നമുക്ക് ഏറ്റവും വലിയ, അതായത് ഇപ്പോൾ ഒരു കേക്കിനെ നമുക്ക് പെട്ടെന്ന് മുറിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഏറ്റവും എളുപ്പത്തിൽ വലിയ വലിയ പീസാക്കിയാൽ പോരെ. അതുപോലെ തന്നെ സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യും? മുറിക്കുമ്പോൾ എന്ത് ചെയ്യുക? വലിയ വലിയ സംഖ്യയായിട്ട് മുറിക്കുക. അതായത് ഇപ്പോൾ 100ഉം 200ഉം അല്ലേ? 100നെ 100 കൊണ്ട് വെട്ടിയ ഒരു വട്ടം കിട്ടും. 200ൽ എത്ര വട്ടം കിട്ടും? 2 വട്ടം കിട്ടും. അപ്പോൾ ഫ്രാക്ഷൻ്റെ സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ ലോവസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണെങ്കിൽ ലോവസ്റ്റിൽ സിംപ്ലസ്റ്റ് വരും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞ് നിൽക്കരുത്. എന്ത് ചെയ്യണം? ചിലപ്പോൾ ഈ 100 200 ആകില്ല വരിക. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നമ്മളെ ടെസ്റ്റിലുണ്ടായിരുന്ന ചോദ്യം അതുകൊണ്ട് 45/54 45/54. അപ്പോൾ 45ഉം 54ഉം. പിന്നെ അതുപോലെ തന്നെ ഇതിലിപ്പോൾ രണ്ടിനെയും 45 54 എന്നുള്ള സംഖ്യ 2 കൊണ്ട് ചെറുതാക്കാൻ പറ്റും, 45 കൊണ്ട് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ ആ 2 സംഖ്യ ഉണ്ടല്ലോ, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സംഖ്യയുടെ സമ്മ് നോക്കിയാൽ മതി. ഉദാഹരണത്തിന് 45 എന്നുള്ള സംഖ്യ 4ഉം 5ഉം കൂടി കൂട്ടി എത്ര കിട്ടും? 9. 9 ഒരു 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? അതിൻ്റെ അടിയിലുള്ള സംഖ്യ നോക്കുക, 54. 5ഉം 4ഉം കൂട്ടിയാൽ 9. അതെന്താണ്? 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് 2ഉം 3 കൊണ്ട് ചെറുതാക്കാൻ പറ്റും. അതല്ല കുറച്ചും കൂടി വലിയ ടേബിൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യുക? അത് 9ൻ്റെ മൾട്ടിപ്പിളാണെന്ന് അറിയാം. 9ന് 5 വട്ടം ഗുണിച്ചാൽ 45ഉം, 9ന് 6 വട്ടം ഗുണിച്ചാൽ എത്രയായി? 54 ആയി. അപ്പോൾ എത്ര കിട്ടി? 5/6. ഇനി ചെറുതാക്കാൻ പറ്റുമോ ഇതിനെ? 5/6നെ ഇല്ല, പറ്റൂല. കാരണം എന്താണ്? 5ലും 6ലും കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? അതവിടെ നിർത്താം. അപ്പോൾ ലോവസ്റ്റ് ടേമിൻ്റെ ഒരു ചോദ്യം വരാനും ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സംഖ്യ അരിച്ചിട്ട് ഒരു സാധാ നോർമൽ സംഖ്യ അരിക്കുമ്പോൾ ഉത്തരം കിട്ടും എന്തിൽ? ഫ്രാക്ഷനിൽ, അതായത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷനിൽ. അതായത് ഉദാഹരണത്തിനൊരു ചോദ്യം, എന്താ പറയുക, ഒരു ഉദാഹരണത്തിന് 10 ലിറ്റർ വെള്ളം തുല്യമായ 4 ബോട്ടിലാക്കി കഴിഞ്ഞാൽ ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവുന്നു? അപ്പം എന്ത് ചെയ്യുക? 10നെ 4 കൊണ്ട് അരിച്ച് കഴിഞ്ഞാൽ 2 വട്ടം കിട്ടും. ബാക്കി 8. ബാക്കി എത്ര ഉണ്ടാവും? 2 ഉണ്ടാകും. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ എന്ത് എഴുതാം? നമുക്ക് 2/4 വരും. 2/4. ആ 2/4 നമുക്ക് എന്ത് ചെയ്യുക? ചെറുതാക്കുക വീണ്ടും. 2ലും 4ലും കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ ഇല്ലേ? ഏതാണ്? 1 2 ഉണ്ട്. അപ്പോൾ 2-ൽ 1 വട്ടം, 4-ൽ 2 വട്ടം. അപ്പോൾ എത്രയായി? 2 1/2 ആയി. അപ്പോൾ നമുക്ക് നോക്കിക്കൂടെ? അതായത് ഒരു കുപ്പിയിൽ 2.5 ലിറ്റർ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ 2യും കൂട്ടി 5 ആയി. അപ്പോൾ 2 കുപ്പിയായി. അങ്ങനത്തെ 2 കുപ്പിയും കൂടിയായ 10 ലിറ്റർ കംപ്ലീറ്റ് ആയില്ലേ? അപ്പോൾ ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്തിട്ട് ഫ്രാക്ഷനിലേക്ക് വരുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ചോദ്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതിലും ഉത്തരം എഴുതേണ്ടത്? മിക്സഡ് ഫ്രാക്ഷനിലാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഒരു ബോട്ടിൽ 2 ലിറ്റർ വെള്ളം. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കുക. അതിലിപ്പോൾ എങ്ങനെ ആയിക്കോട്ടെ, ചിലപ്പോൾ ഓയിലിൻ്റെ ആകാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആകാം. അങ്ങനത്തെ അരി കവറിലാക്കിയതാക്കാം, പഞ്ചാര ഷുഗർ തുല്യമായിട്ട് വീതിച്ചെടുത്തു. അപ്പോൾ ഓരോ കവറിൽ എത്ര ഉണ്ടാവും? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ കറക്റ്റ് ഹരിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. ഹരിക്കുമ്പോൾ ആദ്യം മുകളിലുള്ള സംഖ്യ എവിടെയും കറക്റ്റായിട്ട്, അതായത് ഇപ്പോൾ അതെങ്ങനെ വെച്ചാൽ ഈ ഡിനോമിനേറ്ററും ഈ ഫ്രാക്ഷനിൽ ഈ വരുന്നതിൽ മിക്സഡ് ഫ്രാക്ഷനിൽ ഒരു സംഖ്യ ഉണ്ടാകും, ഒരു ഫ്രാക്ഷൻ ഉണ്ടാകും മിക്സഡ് ഫ്രാക്ഷനിൽ. അതിപ്പോൾ 2 നമ്മൾ അരിച്ച് കിട്ടിയ സംഖ്യയാണ് 2 നമ്മൾ സൈഡിൽ എഴുതിയിരിക്കണേ. പിന്നെ അത് എഴുതേണ്ടത് ഈ, അതായത് റിമൈൻഡർ ആയിട്ട്, അതിൻ്റെ ബാക്കി സിസ്റ്റായിട്ട് വരുന്ന സംഖ്യ ഉണ്ടല്ലോ, അത് ന്യൂമറേറ്ററിൽ എഴുതും. ഹരിക്കാൻ ഉപയോഗിച്ച സംഖ്യ ഇവിടെ എഴുതും, ഡിനോമിനേറ്ററിൽ എഴുതും. അപ്പോൾ ഈ 2ാം പാഠത്തിലും തീർന്നു. പിന്നെ നമുക്ക് 3ാം പാഠമല്ലേ. 3ാം പാഠം എന്താണ്? വോള്യം.